ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ദ ട്രാവൽ പേരിൽ വെരി വെൽക്കം. അപ്പോൾ ഇന്നത്തെ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇട്ടത് ഒരു കേക്ക് ബേക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. കാനഡയിൽ വന്നിട്ട് അപ്പോൾ ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുക്കറിലായിരുന്നു. അതായത് നമ്മുടെ പിൽസ്ബെറിയുടെ കുക്കർ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പാക്ക് കിട്ടി, ഈ കേക്കിൻ്റെ പാക്ക്. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കേക്ക് ഉണ്ടാക്കി നോക്കാമെന്ന്. അങ്ങനെ ഈ കേക്ക് മിക്സ് കിട്ടിയപ്പം ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഡോൾറാമിൽ കേക്കിൻ്റെ പാൻ വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഈ കേക്ക് ഇത് സൂപ്പർ മോയിസ്റ്റ് ഡെവിൾസ് ഫുഡ് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ഇത് ബെറ്റി ക്രോക്കറിൻ്റെ ചോക്ലേറ്റ് കേക്ക് മിക്സാണ് ഇത്. ഞാനപ്പോൾ ഇന്ന് ട്രൈ ചെയ്തു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്ത് ഒരു പാക്കറ്റാണ് കാണിച്ചത്. ഇങ്ങനെ എടുത്തില്ല, കുറച്ചെടുത്തോളൂ. അപ്പോൾ ഇത് ഫുള്ളൊരു ഇത്ര ഉണ്ടായിരുന്നു ഈ പാക്കറ്റിൽ കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളൊരു മിക്സാണ്. അതായത് നമുക്ക് കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം കൂടി ഉള്ളൊരു മിക്സാണ്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആകെ ഇടേണ്ടത് മുട്ട, പാല്, പിന്നെ ഓയിൽ. അപ്പം ഇതിൻ്റെ പുറകിൽ ഇൻഗ്രീഡിയൻസും പിന്നെ അതിൻ്റെ ടൈമിങ്സും പിന്നെ റെസിപ്പി, അതായത് എങ്ങനെയൊക്കെ ചെയ്യണം, മെത്തേഡ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ അതായത് ഇപ്പോൾ കപ്പ് കേക്ക് ആണെങ്കിൽ എത്ര വെക്കണം, പിന്നെ നിങ്ങൾ മറ്റേ മാക്രോൺസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോന്നത്തിൻ്റെയും ഓരോ ടൈമിങ്സ് ഉണ്ട്. അതെല്ലാം ഇതിനകത്ത് മെൻഷൻഡ് ആണ്. പിന്നെ ഇവർക്ക് പല എനിക്കൊന്ന് ഫ്ലേവേഴ്സ് ഉണ്ട്, വാനില, അങ്ങനെ ഫ്ലേവേഴ്സ് ഉണ്ട്. എനിക്ക് ഇഷ്ടം ചോക്ലേറ്റാണ്, അപ്പോൾ ഞാൻ ചോക്ലേറ്റാണ് ട്രൈ ചെയ്തത്. നെക്സ്റ്റ് ടൈം വാനില ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തത് 3 മുട്ട, പിന്നെ ഹാഫ് കപ്പ്, നമുക്ക് മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, ഒരു ഹാഫ് കപ്പ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാനോല ആണെങ്കിൽ കാനോല ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. പിന്നെ 1 കപ്പ് മിൽക്ക്. ഇനി ഞാൻ കുറച്ച് ടേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ ആദ്യം ഇത്തിരി വെള്ളത്തിൽ നമ്മുടെ കോഫി പൗഡർ ഉണ്ടല്ലോ, ബ്രൂ കോഫി പൗഡർ ഒരു സ്പൂണ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ ഈ ഒരു കേക്ക് മിക്സ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിനകത്ത് 3 മുട്ട ഇട്ടു. പിന്നെ 1 കപ്പ് മിൽക്ക്, പിന്നെ ഹാഫ് കപ്പ് ഓയിൽ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തു. അപ്പം എൻ്റെ കയ്യിൽ വിസ്ക് ചെയ്യണ മെഷീൻ ഇല്ല. സോ ഞാൻ നമ്മുടെ വിസ്ക് ചെയ്യണ ഒരു തവി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, വിസ്കർ, അത് വെച്ച് 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയില്ലെങ്കിൽ കേക്ക് പൊന്തി വരില്ല. സോ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന വിസ്ക് ആണെങ്കിൽ വിസ്കർ വെച്ച് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. നല്ല കൈവേദന എടുക്കും. എനിക്ക് നല്ല രീതിയിൽ കഴിയും. ഞാൻ മാറിയും തിരിഞ്ഞാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക. വേറെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത കുറച്ച്, ആകെ 3-4 ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ആഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിലൊക്കെ ഇടാം. അല്ലെങ്കിൽ കേക്ക് ഹാഫായിട്ട് മുറിച്ചിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇട്ട് നമ്മൾ മോയിസ്റ്റ് കേക്ക്, നമ്മൾ ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. പിന്നെ അത്രയും സ്വീറ്റ് എനിക്ക് ഇഷ്ടമല്ലാത്ത കാരണം, എനിക്കും ചട്നി ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കി. പിന്നെ ഞാൻ എൻ്റെ മേളിൽ കുറച്ച് വാൾനട്ടും ആൽമണ്ട്സും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എൻ്റെ മേളിലൊന്ന് വിതറിയിട്ടായിരുന്നു, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം. പിന്നെ ചോക്ലേറ്റ് സിറപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള, ഇപ്പോൾ ഹേർഷീസിൻ്റെ ഒക്കെ ചോക്ലേറ്റ് സിറപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ഈ പറഞ്ഞിരിക്കണ കാണുന്ന പോലെയൊക്കെ വരും. ബട്ട് ഇത്രയും ചോക്ലേറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. സോ ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്, വളരെ എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് എനിക്കൊന്ന് എയർ ഫ്രയറിൽ വെക്കാം, അല്ലെങ്കിൽ പാനിൽ വെക്കാൻ പറ്റും. നമ്മുടെ പാൻ ഉണ്ടല്ലോ, പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ ചായപാത്രത്തിനകത്ത് ഈ കേക്ക് നന്നായിട്ട് ഇട്ടിട്ട് ആ ചായപാത്രം പാനിനകത്ത് വെച്ച് അടച്ച് വെച്ചാലും നമുക്ക് വിത്തൗട്ട് അവനൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. കുക്കറിലും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അവനിലാണ് ബേക്ക് ചെയ്തത്. അവനിൽ 325 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തു ഫോർ 10 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട്
കേക്ക് നന്നായിട്ട്, അതായത് ഇപ്പോൾ കേക്കിൻ്റെ മോൾഡ് ഉണ്ടല്ലോ, കേക്കിൻ്റെ മോൾഡിൽ നമുക്ക് പാർച്ച്മെൻറ്റ് പേപ്പർ ഇടാം. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ ഓയിലിട്ട് പിന്നെ കുറച്ച് മൈദ പൊടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആക്കി കഴിഞ്ഞിട്ടാണ് ഈ കേക്ക് മിക്സ് ഒഴിച്ചതും പിന്നെ അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചത് 325 ഡിഗ്രിയിൽ ഓൾമോസ്റ്റ് 30 മിനിറ്റ്സിന് ആണ് വെച്ചത്. അരമണിക്കൂറാണ് വെച്ചത്. അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ട് അതൊന്ന് നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് കുത്തി നോക്കാം. അത് സ്റ്റിക്കി ആവുന്നുണ്ടെങ്കിൽ ആയിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഒന്നുമില്ലാതെ നല്ല ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ കേക്ക് ഇസ് ബേക്ക്ഡ്. സോ ട്രൈ ചെയ്യുക. വെരി ഈസി പ്രോഡക്റ്റാണ്. ഇനി അടുത്തത് വാനിലയും കൂടി ട്രൈ ചെയ്യും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ട്രൈ ചെയ്യണം. അപ്പം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ഫ്ലോപ്പ് ആവുമോ സക്സസ് ആവുമോ ഒന്നും അറിയാത്ത കാരണം ഞാൻ വീഡിയോ എടുത്തില്ല. സോ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റ് കേക്ക്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കേക്കെല്ലാം മുറിച്ചിട്ട് പീസാക്കിയിട്ട് വെച്ചാട്ടോ. സോ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഞാനിങ്ങനെ പീസ് ചെയ്ത് ഹൽവ കഷ്ണങ്ങൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേക്ക്, ഇത്ര ഹൈറ്റ്. അപ്പം എൻ്റെ കേക്ക് പാൻ എന്ന് വെച്ചാൽ ഇതായിരുന്നു, ഒരു 9 ഇഞ്ചിൻ്റെ കേക്ക് പാൻ ആയിരുന്നു ഇത്. അപ്പം ഇതിനകത്താണ് നമ്മൾ മറ്റേ ഓയിൽ തേച്ചിട്ട് മൈദയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആട്ടപ്പൊടിയോ ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കേക്ക് ഒരിക്കലും മിക്സ് ചെയ്തിട്ട് ഒഴിക്കുമ്പോൾ മേളിൽ വരെ ഒഴിക്കരുത്, ബിക്കോസ് ഇത് പൊന്തി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ താഴോട്ട് പോകും. സോ നിങ്ങൾ ഒഴിക്കുവാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇഞ്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഈ സാധനം മിക്സ് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം കേക്ക് ഉണ്ടല്ലോ, വെരി ടേസ്റ്റി ആൻഡ് വെരി ഈസി കേക്ക്. നിങ്ങൾക്ക് ലൈക്ക് സ്നാക്സിനും പിള്ളേർക്കാണെങ്കിലും സ്നാക്സിന് കൊടുത്തു വിടാനും. അധികം മധുരമില്ല, കുറേ സ്വീറ്റൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ളൊരു കേക്കാണ് ഈ കേക്ക്. പിന്നെ മിക്സ് ആയത് കാരണം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വളരെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഈ ബെറ്റി ക്രോക്കറിൻ്റെ കേക്ക് മിക്സ്. ഇനി പല ഫ്ലേവർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിച്ചത് എനിക്കൊന്ന് ഫുഡ് ബേസിക്സോ അവിടെ നിന്ന് കണ്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതെനിക്കൊന്ന് ഡോളറാമയിലും അവൈലബിൾ ആണ്. അപ്പം നിങ്ങളെല്ലാവരും പോയി ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.